അങ്ങനെ വീണ്ടും ഒരു കുഞ്ഞ് യാത്ര. വെൽക്കം ടു പൊന്മുടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എക്കോ ടൂറിസമാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണുള്ളത്. എക്കോ ടൂറിസം അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല തണുപ്പാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ പോയ വണ്ടി ഇതാണ്, മസ്കാര. നല്ല അടിപൊളി വണ്ടിയായിരുന്നു. നമ്മുടെ പിള്ളേരെല്ലാം വൈബ് അടിച്ച് നല്ല ഡാൻസൊക്കെ കളിച്ച് പോയി. നോക്കിയേ, പൊന്മുടിയിലേക്ക് പോകുന്ന വഴി ഇതാണ്. ചെറിയൊരു കാട്ടുപാത എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ട് KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഇതിലെങ്ങനെ പോകാം, അടിപൊളിയല്ലേ. ഇങ്ങനെ ഒരു വൈബ് പിടിച്ചങ്ങ് പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും എൻ്റെ സാറേ ഇങ്ങനൊരു വ്യൂ വരും. ഇത് പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോഴുള്ളൊരു വ്യൂ ആണ്. അടിപൊളിയാണ്. എത്ര രസമാണെന്നറിയാം ഇവിടുത്തെ ഒരു ആംബിയൻസ്. അപ്പോഴത്തേനും നമുക്ക് തണുപ്പൊക്കെ തുടങ്ങും. പിന്നെ പതിയെ അങ്ങ് എൻജോയ് ചെയ്തങ്ങ് പോയാൽ മതി. പിന്നെ കമൻട്രി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളിയാണ്. നോക്കിക്കേ. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അതുപോലെ അവിടെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ മല മുകളിലേക്ക് കയറാനായിട്ട് ഉള്ള പരിപാടിയാണ്. ഇതുപോലെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയും അതിൻ്റെ കൂടെ കൊണ്ട് പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പതുക്കെ ഏറ്റവും ടോപ്പിലേക്ക് കയറാനായിട്ട് പോകണം. ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി വരും. 2-3 വ്യൂ പോയിൻറ്റുകളാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. ഒരു ടവറിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുപോലെ ഒരു ബിൽഡിങ് അവിടെ പണിത് വെച്ചേക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ 2 വ്യൂ പോയിൻ്റ്. ഇതാണ് ഒരു ടവറിൻ്റെ വ്യൂ പോയിൻ്റ്. വാച്ച് ടവറായിരുന്നു. പക്ഷേ അതിന് മുകളിൽ കയറാൻ അനുവാദമില്ല. അപ്പോൾ അത് ഓൾറെഡി അതിന് മുകളിൽ നിന്ന് ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ടുള്ളതുകൊണ്ട് അതിന് താഴെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. എങ്കിലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ ആ ഏരിയ ചെന്ന് നമ്മളവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകണം. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിയുമ്പോഴുള്ള വ്യൂ എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ. നല്ല വെയിലുള്ള സമയമാണ്, പക്ഷേ നല്ല കിടിലൻ തണുപ്പ്, നല്ലൊരു ആംബിയൻസ്. നവംബർ മാസം 30-ാം തീയതിയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി കപ്പിൾസ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിരിപ്പുണ്ട്. ഫ്രീ ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകാം, വൈബടിച്ച് ഇങ്ങനെ ഇരിക്കുക. നല്ല രസമാണ് അവിടെ. ക്ലൈമറ്റാണ് ഏറ്റവും മെയിൻ. ഏത് സമയത്ത് വന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷേ നവംബർ ഡിസംബർ ടൈമൊക്കെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ആളുകൾ വരികയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ കാഴ്ചകൾ കാണിക്കാം കേട്ടോ. ഓക്കേ.